എല്ലാവർക്കും നമസ്കാരം. സഹ്യാദ്രി ഗോശാലയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന ഉൽപ്പന്നം എന്ന് വെച്ചാൽ ചാണകപ്പൊടി എങ്ങനെ വളരെ നൈസായിട്ട് പൗഡേർഡ് ഫോമിൽ ഉണ്ടാക്കാം എന്നാണ്. മുമ്പൊരു വീഡിയോ ചെയ്തിരുന്നു ചാണകപ്പൊടി എങ്ങനെ എളുപ്പം ഉണ്ടാക്കാം എന്നതിനെപ്പറ്റി. അത് കൃഷി ആവശ്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ എന്നുള്ളൊരു പരിമിതിയുണ്ട്. വളരെ നൈസായിട്ട് ആയിരുന്നില്ല പൊടികൾ. മാത്രമല്ല കാലതാമസമുണ്ട്. പക്ഷേ വളരെ കൂടുതൽ ചാണകം നമ്മൾ കൈവശമുണ്ടെങ്കിൽ പൊടിച്ചെടുക്കാനുള്ള എളുപ്പ വഴി എന്ന നിലയിൽ അത് ഉത്തമവുമാണ്. എന്നാൽ ഒരുപാട് പ്രൊഡക്റ്റുകൾ നമ്മൾ ചാണകപ്പൊടി കൊണ്ട് ഉണ്ടാക്കുമ്പോൾ നൈസായിട്ടുള്ള പൊടി വേണ്ടി വരും. ആ പൊടി പലപ്പോഴും പര്യാപ്തമായിരിക്കില്ല. അങ്ങനെ ഉള്ള പ്രൊഡക്റ്റുകൾക്ക് വേണ്ടിയിട്ട് എങ്ങനെ വളരെ നൈസായിട്ടുള്ള പൊടി എളുപ്പത്തിൽ തയ്യാറാക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോയിലെ ഉള്ളടക്കം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പച്ച ചാണകം ഉണ്ടാവണം. ആ ചാണകം നമ്മളിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇതുപോലെ എന്തെങ്കിലും ഒരു ബോർഡാവാം, കാർഡ്ബോർഡാവാം, മരപ്പലകയാവാം, അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ എന്തെങ്കിലും ഇതുപോലുള്ള വലിയ ഡ്രമ്മിൻ്റെ അടപ്പുകളോ ഒക്കെ നിങ്ങൾക്ക് എടുക്കാം. അതിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ചാണകം ഇങ്ങനെ പറ്റിച്ച് വെക്കുക എന്നുള്ളതാണ്. ഇത് 2-3 ദിവസം വേണ്ടി വരുന്ന ഒരു പ്രോസസ്സാണ്. നമ്മൾ ചാണകം ഇങ്ങനെ എറിഞ്ഞിട്ടാണെങ്കിൽ എറിഞ്ഞിട്ട് ചെയ്യാം, അല്ല എങ്കിൽ കൈ കൊണ്ട് പറ്റിച്ചിട്ടാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, പറ്റിച്ച് വെക്കുക. ആദ്യം ഇങ്ങനെ പറ്റിക്കുമ്പോൾ എടുക്കേണ്ടത് ഫ്രഷ് ചാണകം ആയിരിക്കണം. അതായത് രാവിലെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ പശു ചാണകം ഇട്ടപാട് തന്നെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. അതിൽ വാട്ടർ കണ്ടൻറ്റ് കൂടുതലുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ പറ്റിപ്പിടിക്കും. ഇങ്ങനെ നിങ്ങളുടെ കയ്യിലുള്ള ചാണകം എത്രയാണ് എന്നതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് അളവ് തീരുമാനിക്കാം. ഞാനിപ്പോൾ കുറച്ചേ എടുത്തിട്ടുള്ളൂ. ഇനി പറ്റിച്ച് വെച്ചതിൽ കട്ടി കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കതിനെ ഒന്ന് കൈ ഉപയോഗിച്ചിട്ട് നിവർത്താം. ഇതാണ് നമ്മൾ ആദ്യത്തെ ദിവസം ചെയ്യേണ്ട കാര്യം. ഇത് ഒരു ദിവസം രാവിലെയാണ് നമ്മൾ തുടങ്ങുന്നതെങ്കിൽ ഒരു 8 മണിക്കാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ 8 മണിക്കാണ് ഇനി അടുത്തത് പ്രോസസ്സ് ചെയ്യേണ്ടത്. അതുവരെ ഇതെന്താണ് ചെയ്യണമെന്ന് വെച്ചാൽ വെയിലത്ത് ഉണക്കരുത്, നിഴലത്ത് തണലുള്ള എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യുക, 24 മണിക്കൂർ വെക്കുക. ഇതാണ് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം. ഇനി അടുത്ത ദിവസം ഇത് ഞാൻ ഇന്നലെ ഉണ്ടാക്കി വെച്ചതാണ്. അതായത് മുമ്പ് കാണിച്ച പോലെ ഒരു ബോർഡിൽ ചാണകം നമ്മൾ പറ്റിച്ച് വെച്ചതാണ്. ഇതിപ്പോൾ 24 മണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ ഏകദേശം അതിൻ്റെ അവസ്ഥ ഇതായിരിക്കും. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് ഒരു ചാക്കിലേക്കോ അല്ലെങ്കിൽ ഒരു ഷീറ്റ് ഉണ്ടെങ്കിൽ ഷീറ്റിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഇടുക. ഒരു കമ്പ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇങ്ങനെ കുത്തി കുത്തി ഇടാം. അത് പൂർണ്ണമായിട്ടും ഡ്രൈ ഒന്നും ആയിട്ടുണ്ടാവില്ല. കുറേയൊക്കെ വാട്ടർ കണ്ടൻറ്റ് അതിലുണ്ടാകും. ഞാൻ ചെറിയ അളവിൽ വളരെ നൈസായിട്ട് പൊടിക്കുന്ന ഒരു പദ്ധതിയാണ് കേട്ടോ പറയുന്നത്. ഒരുപാട് ചാണകങ്ങളുണ്ടെങ്കിൽ, ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ചെയ്യാം. മെഷീനൊന്നും ഉപയോഗിക്കാതെ ചെയ്യാനുള്ളൊരു മെത്തേഡാണ്. 2-3 ദിവസം ഇതിനാവശ്യമായിരിക്കും. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, ആ ബോർഡിലുള്ള എല്ലാ ചാണകവും ഇതുപോലെ കുത്തി കുത്തി ഇടുക. ഇത് 24 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് കിട്ടിയ ചാണകത്തിൻ്റെ അവസ്ഥയാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ കൈകൊണ്ട് തന്നെ നമ്മൾക്ക് എന്ത് ചെയ്യാം, കഴിയാവുന്നത്ര പൊടി പൊടിയാക്കി ഇടുക. ഈ രീതിയിൽ നിഴലത്താണ് ഉണക്കേണ്ടത് എന്ന കാര്യം മറക്കരുത്.
അപ്പോൾ നമുക്ക് ഏകദേശം ഈ രീതിയിലുള്ള ചെറിയ ചെറിയ തരികൾ ചില സമയത്ത് കിട്ടും, എങ്കിലും വലിയ വലിയ തരികളും ഉണ്ടാകും. അങ്ങനെ നമ്മൾക്ക് കഴിയുന്നത്ര എല്ലാ ചാണകവും നമ്മൾ എത്രയാണോ ഇന്നലെ ഉണക്കാനിട്ടത് അത്രയും അത് മുഴുവനും ഈ ചാക്കിൽ ഇങ്ങനെ പൊടിച്ചിടുക. എല്ലാം ഒന്ന് പൊടിച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്നുകൂടി നിങ്ങൾക്ക് കൈ കൊണ്ട് ഇങ്ങനെ കുറച്ചുകൂടി തരിയായി കിട്ടാൻ ഇങ്ങനെ ചെയ്യാം. ഒരുപാടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, കുറച്ച് ചെയ്താൽ മതിയാവും. ഇത്രയാണ് നമ്മൾ 24 മണിക്കൂർ കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം തുടങ്ങുമ്പോൾ ഉള്ള ആദ്യത്തെ പ്രോസസ്സ്. ആ ബോർഡിൽ നിന്ന് ചാണകം ഒരു ഷീറ്റിലേക്ക് ഇട്ട് അതിനെ നമ്മൾ കൈ കൊണ്ട് എന്ത് ചെയ്യുന്നു, കഴിയാവുന്നത്ര പരമാവധി നമ്മൾ എന്ത് ചെയ്യുന്നു, പൊടിച്ചെടുക്കുന്നു, കൈ കൊണ്ട് മാത്രം. ഇത്രയാണ് രണ്ടാമത്തെ ദിവസത്തെ പ്രോസസ്സ്. ഇനി ഇതെന്ത് ചെയ്യണം? ഇന്നലെ നമ്മൾ വെച്ച പോലെ തന്നെ 24 മണിക്കൂർ നിഴലത്ത് വെക്കുകയാണ് വേണ്ടത്. ഇത് നിഴലത്ത് വെച്ച് കഴിഞ്ഞിട്ട് അടുത്ത ദിവസമാണ് ഇനി അടുത്ത പ്രോസസ്സ്. 24 മണിക്കൂറിന് ശേഷം വീണ്ടും 24 മണിക്കൂറിന് ശേഷമുള്ള അതിൻ്റെ അവസ്ഥയാണിത്. അതായത് മൊത്തം നമ്മൾ 48 മണിക്കൂർ കഴിഞ്ഞു. ആദ്യം നമ്മൾ എന്ത് ചെയ്തു? ചാണകം കാർഡ്ബോർഡിൽ പറ്റിപ്പിടിപ്പിച്ച് 24 മണിക്കൂർ വെച്ച് പറ്റിച്ച് വെച്ചിട്ട് 24 മണിക്കൂർ വെച്ചു. ശേഷം നമ്മൾ എന്ത് ചെയ്തു? കൈ കൊണ്ട് പൊടിച്ചിട്ട് 24 മണിക്കൂർ വെച്ചു. അതായത് 2 ദിവസം കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം തുടങ്ങുന്ന സമയത്താണ്. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ കൈ കൊണ്ട് തന്നെ മാക്സിമം നമ്മുടെ ഈ ഭാഗം ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ മൊത്തം കൈ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് കഴിയുന്നത്ര അതിനെ പൊടിക്കാൻ നോക്കാം. അതായത് വളരെ എളുപ്പത്തിൽ പൊടിയും, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. കാരണം ഇത് അത്ര വളരെയധികം ഡ്രൈ ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ജസ്റ്റ് ഒരു സ്ഥലത്ത് വെച്ച് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ചെയ്താൽ തന്നെ കുറേയൊക്കെ ഇതാ പൊടി പോലെ കിട്ടും. അപ്പോൾ അത് നമ്മൾ മാക്സിമം എന്ത് ചെയ്യുക, ഒരു ഭാഗത്തേക്ക് ഇതൊക്കെ ആദ്യം കൂട്ടാം. എന്നിട്ട് കുറച്ച് കുറച്ചായിട്ട് എടുത്തിട്ട് ചെയ്യുമ്പോൾ സൗകര്യം കൂടുതലായിരിക്കും. കുറേയൊക്കെ പൊടിഞ്ഞ് കിട്ടുന്നുണ്ട് വളരെ നന്നായിട്ട് തന്നെ. എന്നാലും കുറച്ചൊക്കെ തരികൾ ബാക്കിയുണ്ടാവും. അതിന് നമ്മൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. ഇതുപോലെ മുഴുവൻ ചാണകവും കൈ കൊണ്ട് മാക്സിമം പൊടിച്ചെടുക്കുക.
ഇത് നിങ്ങളെല്ലാവരും ചെയ്യുക. കുറച്ച് സമയം വേണ്ട ഒരു പ്രോസസ്സാണ്. കുറച്ച് ശക്തി നമ്മൾ ഉപയോഗിക്കുകയും വേണം. ബലപ്രയോഗം ഉള്ളതുകൊണ്ട് ആദ്യമായിട്ട് ചെയ്യുന്നവർക്കൊക്കെ അത്ര പെട്ടെന്ന് ക്ഷീണം വരാനൊക്കെ ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ തൽക്കാലം സമയം വളരെ ദീർഘം വേണ്ടി വരുന്നതുകൊണ്ട് ഇത്രയും മാത്രമാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. അതായത് ചാക്കിൻ്റെ പകുതി ഭാഗത്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ഇത്രയും. അപ്പോൾ ഇതിൽ തന്നെ നിങ്ങൾക്ക് കാണാം കുറേയൊക്കെ നൈസായിട്ടുള്ള പൊടിയുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു മരപ്പലകയോ അതുപോലെ ഇഷ്ടിക പോലുള്ള എന്തെങ്കിലും സാധനം ഉപയോഗിച്ചിട്ട് വീണ്ടും ചെയ്യാവുന്നതാണ്. വീണ്ടും ഇതേപോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് അതിനെ എന്ത് ചെയ്യാം, നൈസാക്കാം. അത് വേണമെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് മാറ്റി വെക്കാവുന്നതാണ്. ഇതിപ്പോൾ 48 മണിക്കൂർ കഴിഞ്ഞു. വീണ്ടും ഒരു 24 മണിക്കൂർ കഴിഞ്ഞിട്ട്, അതായത് ഒരു ദിവസം ഈ രീതിയിൽ കൈകൊണ്ട് ചെയ്തിട്ട് പിറ്റേ ദിവസത്തേക്ക് മാറ്റി വെച്ചിട്ട് അതിനെന്ത് ചെയ്യുക, പിറ്റേ ദിവസം ആകുമ്പോൾ നിഴൽ തന്നെ വെക്കണം. പിറ്റേ ദിവസം ആകുമ്പോൾ നിങ്ങൾക്ക് മരപ്പലക കൊണ്ട് ഈ രീതിയിൽ ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടി ഒരു എളുപ്പം ഉണ്ടാവും. ഇത് വേണമെങ്കിൽ 48 മണിക്കൂർ കഴിഞ്ഞിട്ടും ചെയ്യാവുന്നതാണ്. ഞാൻ കൈകൊണ്ട് ചെയ്തതുപോലെ പകരം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതുപോലെ എന്തെങ്കിലും ഒരു മരപ്പലക ഉപയോഗിച്ചാലും ആ ദിവസവും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ കുറച്ചുകൂടി റിജിഡായിട്ട് ഇതുകൊണ്ട് ചെയ്യുന്നതാണ് കൂടുതൽ എളുപ്പം. ചില സമയത്ത് നമ്മൾ ഉദ്ദേശിച്ച പോലെ അത്ര ഡ്രൈ ആയിട്ടില്ലെങ്കിൽ ഇതുകൊണ്ട് നല്ല റിസൾട്ട് കിട്ടാറില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് കഴിയുന്നതും ആദ്യം കൈകൊണ്ട് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് പിന്നെ ഒരു 24 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇതുകൊണ്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ പലക കൊണ്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ചാക്കിലോ അതുപോലെയുള്ള കുറച്ച് റിജിഡായിട്ടുള്ള സർഫസ് അടിയിലുണ്ടാവാൻ പാടില്ല. അപ്പോഴാണ് കൂടുതൽ പൊടിഞ്ഞ് കിട്ടുക. രണ്ട് ഭാഗം റിജിഡാണെങ്കിൽ നമുക്ക് ബലപ്രയോഗം കൂടുതൽ വേണ്ടി വരും. അത്ര നല്ല റിസൾട്ട് കിട്ടാറില്ല. അപ്പോൾ കഴിയുന്നതും കൈകൊണ്ട് ഉപയോഗിക്കുമ്പോൾ പലക ഉപയോഗിച്ചാൽ കൂടുതൽ എളുപ്പമുണ്ടാവും. പക്ഷേ നമ്മളൊരു മരത്തിൻ്റെ ഒരു കഷ്ണം ഉപയോഗിച്ചാണ് ചെയ്യുന്നുണ്ടെങ്കിൽ അടിഭാഗത്ത് കഴിയുന്നതും ചാക്കിൻ്റെതോ അല്ലെങ്കിൽ പെട്ടെന്ന് അത്ര വലിയ റിജിഡ് അല്ലാത്തൊരു സർഫസ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഏകദേശം അതായത് 72 മണിക്കൂർ 3 ദിവസം കഴിഞ്ഞു. ആദ്യം നമ്മൾ ചാണകം പറ്റിച്ച് വെച്ച്, രണ്ടാമത്തെ ദിവസം കൈകൊണ്ട് പൊടിച്ചു, മൂന്നാമത്തെ ദിവസം അതിനെ കുറച്ചുകൂടി കൈകൊണ്ട് തന്നെ എന്ത് ചെയ്തു, നന്നായിട്ട് പൊടിച്ചു. അതായത് 3 ദിവസം കഴിഞ്ഞു, 72 മണിക്കൂർ. നാലാമത്തെ ദിവസമാണ് നമ്മൾ എന്ത് ചെയ്തത്, ഈ പറഞ്ഞ പോലെ ഒരു മരക്കഷ്ണം ഉപയോഗിച്ചിട്ട് ചെയ്തത്. അത് ചെയ്താൽ തന്നെ ഒരുപാട് നല്ല സ്മൂത്തായിട്ടുള്ള തരികളായിട്ട് തന്നെ കിട്ടും. പക്ഷെ എന്നിരുന്നാലും കുറച്ചുകൂടി പെർഫെക്ഷൻ കിട്ടണമെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും വിദ്യ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതിൽ ഞാനിവിടെ ഉപയോഗിച്ചത് അരിച്ചെടുക്കുക എന്നുള്ള രീതിയാണ്. ഒരു അരിപ്പ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അരിച്ചെടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. ഈ രീതിയിൽ അരിച്ചെടുക്കുക. ഇവിടെ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് 2 പാത്രം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് 2-3 ദിവസം മുമ്പേ ചെയ്തു വെച്ചതാണ് കേട്ടോ. വളരെ നൈസായിട്ടുള്ള പൊടി നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ അരിച്ച് കഴിഞ്ഞിട്ട് അധികം വരുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിലേക്ക് ഇടുകയാണ്. ഇതൊരു ഷീറ്റിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം കുറച്ച് കൂടുതൽ സ്പേസ് ഇത് ഉപയോഗിക്കും എന്നുള്ളതുകൊണ്ട് ആ ചെറിയ പാത്രത്തിലാവണം എന്നില്ല. അതുകൊണ്ട് നമ്മളത് ഒരു ഇതിൽ ചെയ്ത് വെച്ചിട്ട് റിമൈനിങ് വരുന്നതൊക്കെ ഒരു പാത്രത്തിലേക്ക് ഇടാം. ഇതിപ്പം ഞാൻ വളരെ കുറച്ചേ കാണിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ബൾക്കായിട്ട് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ 1-2 പശുക്കളൊക്കെ വളർത്തുമ്പോൾ ഒരുപാട് ചാണകമൊന്നും നമുക്ക് നിത്യേന കിട്ടില്ല. അപ്പോൾ കിട്ടുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം. മറ്റു പല ആവശ്യങ്ങൾക്കും വേണ്ടി വരുമല്ലോ. അതൊക്കെ കഴിഞ്ഞ് ഒരു 1-2 പ്രാവശ്യം ഇട്ട ചാണകം മാത്രം മതിയാവും. ഓരോരോ ദിവസം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂട്ടി വെച്ച് ഒരുപാട് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ ചില പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ നമുക്ക് ഇത്തരത്തിലുള്ള, അതായത് അരിക്കാതെയുള്ള പൊടി മതിയാവും. പക്ഷേ വളരെ നൈസായിട്ട് ചെയ്യേണ്ടതായിട്ടുള്ള ചില പ്രൊഡക്റ്റുകളുണ്ട്, നൈസായിട്ടുള്ള പൊടി വേണ്ടത്. അതിനൊക്കെ നമ്മൾ ഈ രീതി ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് നല്ലത്. ഇതിപ്പോൾ ഞാൻ അതിലത്തേക്ക് തന്നെ ഇടുകയാണ്. കുറച്ച് ക്ഷമയുണ്ടെങ്കിൽ എല്ലാവർക്കും നല്ല രീതിയിൽ ചെയ്യാവുന്നതാണ് ഇതൊക്കെ. അപ്പോൾ നമുക്ക് വളരെ നൈസായിട്ടുള്ള പൗഡറാണിത്. ഇതിനെ
കൊണ്ട് പല പ്രൊഡക്റ്റും ഉണ്ടാക്കാൻ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് ആ സമയത്ത് നിങ്ങൾ ചോദിക്കരുതല്ലോ എങ്ങനെയാണ് ചാണകപ്പൊടി ഉണ്ടാക്കേണ്ടതെന്ന്. അപ്പോൾ അത് ആദ്യം തന്നെ ചെയ്ത് വെച്ചേക്കാം എന്നുള്ളത് കൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. നമ്മൾ ചാണകപ്പൊടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 2 സെക്ഷനായിട്ടാണ് കിട്ടുന്നത്. കുറച്ച് തരി കൂടിയ അരിച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കിട്ടും. അതുപോലെ വളരെ നൈസായിട്ടുള്ള ഒരു പൗഡർ ഇപ്പുറം കിട്ടും. അപ്പോൾ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് വളത്തിൻ്റെ ആവശ്യത്തിനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാം. 2-3 ദിവസം കൊണ്ടാണ് നമുക്ക് ഇത്രയും നൈസായിട്ട് കിട്ടിയിട്ടുള്ളത്. ഇത് നമ്മൾക്ക് മറ്റു പല പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കേണ്ടതുണ്ട്. അതിന് ഈ പൊടി ആവശ്യമായിട്ട് വരും. ആ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്ക് ഇതിൻ്റെ ഗുണം നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. നമ്മൾ ചെയ്തതിൻ്റെ ചുരുക്ക വിവരണമാണ്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് പച്ച ചാണകം ബോർഡിലോ മറ്റോ ഒട്ടിച്ച് വയ്ക്കുക. 24 മണിക്കൂറിന് ശേഷം അത് അടർത്തിയെടുത്ത് നമ്മൾ കൈകൊണ്ട് പൊടിക്കുക. അതിനുശേഷം 48 മണിക്കൂറിന് ശേഷം 2 ദിവസങ്ങൾക്ക് ശേഷം കൈകൊണ്ട് തിരുമ്മി ചാക്കിനോടോ അല്ലെങ്കിൽ പ്രതലത്തോട് വളരെ തിരുമ്മിയിട്ട് പൊടിക്കുക, ഒന്നുകൂടി നൈസായിട്ട്. ശേഷം 24 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾക്ക് മരക്കഷ്ണം ഉപയോഗിച്ചിട്ട് തേച്ച് പൊടിക്കാവുന്നതാണ്. അത് കഴിഞ്ഞ് നമ്മളതിനെ അരിച്ചെടുക്കണം. അരിച്ചെടുക്കുമ്പോൾ 2 പാർട്ടായിട്ട് ലഭിക്കും. ഒന്ന് നൈസായിട്ടുള്ള പൊടിയും മറ്റേത് അതിന് തരികളടങ്ങിയ ഭാഗവും. അത് നമ്മൾക്ക് മാറ്റിയിട്ട് വളത്തിൻ്റെ ആവശ്യത്തിന് വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും സമയം കിട്ടുമ്പോൾ സൗകര്യം പോലെ ഇങ്ങനെയുള്ള പ്രൊഡക്റ്റൊക്കെ ഉണ്ടാക്കിയൊന്ന് നോക്കുക. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊള്ളുന്നു. വീണ്ടും അടുത്ത പ്രൊഡക്റ്റുമായിട്ട് നമ്മൾക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക്, കമൻറ്റ് ചെയ്ത് അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.